ഇൽമിന്റെ പ്രശാന്തി എവിടെയാണോ, ഇൽമെന്ന് പറഞ്ഞാൽ തന്നെ പ്രശാന്തിയാണ്. ഇൽമ് ബഹളമല്ല, ഓട്ടപാത്രങ്ങളാണ് ഒച്ച വെക്കുന്നത് എന്ന് ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട്. ഓട്ടപാത്രങ്ങളാണ് ഒച്ച വെക്കുന്നത്, നിറഞ്ഞ പാത്രത്തിൽ നിന്ന് ശബ്ദം വരൂല്ല, മൗനമാണ്, സുക്കൂത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തോട് വളരെ ചേർന്നിരിക്കാൻ ഒരു അവസരം കിട്ടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്. മുആദ് ബിൻ ജബൽ റസൂലുള്ളാഹിന്റെ വളരെ അടുപ്പക്കാരനായ സഹാബിമാരിൽ പെടുന്നു. നേരത്തെ പറഞ്ഞ സയ്യിദുന അബൂ ഹുറൈറയെ പോലെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്തൊരു ഭാഗ്യമാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ പേര് പറയുന്നതിനേക്കാൾ ഒരു പക്ഷേ ലോകത്ത് ഓരോ ദിവസവും മുഴങ്ങുന്ന പേര് സയ്യിദുന അബൂ ഹുറൈറയുടെ പേരാണ്. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. അതുകൊണ്ട് സിദ്ദീഖിനേക്കാൾ അബൂ ഹുറൈറ വലുതാകുന്നില്ല. സയ്യിദുന അബൂ ഹുറൈറ മഹാനാണ്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ, ഞാൻ നേരത്തെ പറഞ്ഞു, അഫ്ദലുൽ ബശറി ബഅദൽ അംബിയാ, അംബിയാക്കൾ കഴിഞ്ഞാൽ ഈ ബശർ മനുഷ്യരാശിയിലെ ഏറ്റവും മഹാനാണ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ടാണ്, ഹദീസ് കൊണ്ടാണ്, ഉസ്വത്തുൻ ഹസനയുടെ വ്യാഖ്യാതാവ് എന്ന നിലയിലാണ്, ഫിഖ്ഹിലേക്കുള്ള മടക്കം എന്ന നിലയിലാണ്, സകല ഹദീസുകളും വെച്ചിട്ടുകൊണ്ടാണ് ഈ ലോകത്ത് ഫിഖ്ഹിന്റെ ഇൽമു ഉണ്ടായിട്ടുള്ളത്. ഫിഖ്ഹ് മാത്രമല്ല ഹദീസ്, എങ്കിൽ പോലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫിഖ്ഹിന്റെ ഇൽമാണ്.